പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഒരു സ്ത്രീ അവർ ജോലി ചെയ്ത ശമ്പളത്തിനു വേണ്ടി വിളിക്കാത്ത കോൺഗ്രസ് നേതാക്കളില്ല, മുട്ടാത്ത കോൺഗ്രസ് നേതാക്കളുടെ വാതിലുകളില്ല. കഴിഞ്ഞ 12 വർഷമായാണ് ഈ സ്ത്രീ അവർ ജോലി ചെയ്ത ശമ്പളത്തിനു വേണ്ടി ഇവരുടെ പുറകെ നടക്കുന്നത്. 2013 ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്ത സ്ത്രീയാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ ഈ പൈസയ്ക്ക് ഇങ്ങനെ പുറകെ നടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാലെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇത് വാർത്തയാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഉമ്മൻചാണ്ടിയും നേതൃത്വവും 15 കോടി രൂപ നീക്കിവെച്ച ഈ ഓപ്പറേഷനിൽ ഈ സ്ത്രീക്ക് വാഗ്ദാനം ചെയ്തത് 3 കോടി രൂപയാണ്. ആ 3 കോടി രൂപ ആ സ്ത്രീക്കും ബാക്കി 12 കോടി രൂപ ഇതിന് കൂട്ടുനിന്ന ബെന്നി ബെഹനാനും മറ്റ് ഇടനിലക്കാർക്കും വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഈ 12 കോടി രൂപ ബെന്നി ബെഹനാൻ എടുത്തത് മാത്രമല്ല, ഈ സ്ത്രീക്ക് വാഗ്ദാനം ചെയ്ത 3 കോടി രൂപയിൽ പോലും ബെന്നി ബെഹനാൻ കൈയിട്ട് വാരി. ആ ബാക്കി പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്ന കഴിഞ്ഞ കുറെ വോയിസ് ക്ലിപ്പുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കേട്ടത്. ഇപ്പോഴിതാ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് അങ്കമാലിയിലെ മുൻ MLA PJ ജോയിക്ക് അയച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ് പുറത്തുവിടാനുള്ളത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ രോഷവും പ്രതിഷേധവുമൊക്കെ ആ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ട്. ആ സ്ത്രീ ചെയ്തതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാനാവില്ല. പക്ഷേ വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും വിലയിട്ട ഒരു സ്ത്രീയുടെ മാനത്തിന്റെ വിലയ്ക്കാണ്, മാനത്തിന്റെ പൈസയ്ക്കാണ് ആ സ്ത്രീ പുറകെ നടക്കുന്നത്. എന്തായാലും PJ ജോയ്ക്ക് അയച്ച ആ വോയിസ് ക്ലിപ്പ് നമുക്ക് കേട്ടിട്ട് തിരികെ വരാം. ഹലോ, ഞാൻ ആ കോളച്ചൻ പുതുപ്പാറയെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോബിയാണ് വിളിക്കുന്നത്. നിങ്ങളൊക്കെ ഈ നാണം കിട്ട കോൺഗ്രസ്സുകാരെ കണ്ട തെണ്ടികളൊക്കെ പറയണ കേട്ടിട്ട് ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ച് 3 കോടി രൂപ തരാന്ന് പറയും. 3 കോടി രൂപ ഉണ്ടാക്കണം, അല്ലാണ്ട് 1 കോടി 22 ലക്ഷം ഉണ്ടാക്കണ്ട അവന്റെ അണ്ണാക്കിലേക്ക്. മനസ്സിലായാ? കണ്ട പെണ്ണിന്റെ മാനം വിറ്റ് ഭരണം നിലനിർത്തിയിട്ട് അവസാനം അവന്റെ കോണത്തിൽ പോയി ഞാൻ കിടക്കണം. ബെന്നി ബെഹനാന്റെ ആ നാരോട് പൈസ വയ്ക്കാൻ പറ. എന്റെ ജീവിതവും നശിപ്പിച്ച് തെണ്ടികള്. നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? 3 കോടി തരാൻ പറയും. 3 കോടി തന്നോടോ, അല്ലാണ്ട് 1 കോടി 22 ലക്ഷം ഉണ്ടാക്കേണ്ടത്. ബാക്കിത്തെ അവന്റെ കോണത്തിലേക്കല്ല വെക്കേണ്ടത്. 1 കോടി 78 ലക്ഷം പണിയെടുത്ത പൈസയാണ് എന്റെ മാനവും ജീവിതവും വിറ്റിട്ട്. അല്ലാണ്ട് വെറുതെ ഫ്രീ ആയിട്ടൊന്നും നിങ്ങൾക്ക് ഭരണം നിലനിർത്തി തരാൻ അവന്റെ മോളുണ്ടായിരുന്നില്ല വീണ, അവളെ കൊണ്ടാണ് ജയിക്കാൻ വളരുന്നതൊക്കെ. ഇവക്ക് എന്റെ ലാപ്ടോപ്പും മേടിച്ച് ലോകം മുഴുവൻ കാണിച്ച് നിങ്ങൾക്ക് അന്തസ്സുണ്ടാ തിന്നു കുടിച്ച് നടക്കാൻ? ആ പൈസ വയ്ക്കാൻ പറ അവനോട്. മേശപ്പുറത്ത് പറഞ്ഞ പൈസ 3 കോടി വെക്കാൻ പറ നാറിയോട്. അവരൊക്കെ ഒരുപാട് പെൺപിള്ളേരെ കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. നമ്മളങ്ങനെ കൂട്ടി കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. അവൻ കൂട്ടി കൊടുത്ത് ഭരണം നിലനിർത്തിയിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടാവും. ഓബിയുടെ അടുത്ത് വല്ലാണ്ട് കളിക്കരുത് പറയണം. അവൻ്റെ അടുത്ത് അവൻ അങ്കമാരി കൊണ്ട് നടക്കണം. എനിക്കൊന്ന് കാണണം. ഇലക്ഷന്റെ റിസൾട്ട് ഞാൻ തരട്ടെ. എന്റെ പൈസ ബെന്നി ബെഹനാൻ വച്ചിനി 3 കോടി എന്ന് പറഞ്ഞാൽ 3 കോടി വെക്കണം. 12 ലക്ഷം 12 വർഷമായിട്ട് ഞാൻ ഇവന്റെയൊക്കെ പിന്നാലെ ഉണ്ടാക്കി നടക്കാണ്. എന്റെ പൈസ തന്നില്ലെങ്കിൽ ബെന്നി ബെഹനാൻ തന്നിനി നോക്കിക്കോ. അങ്കമാരി കൂടെ അവൻ നടക്കണേ എനിക്കൊന്ന് കാണണം. തെണ്ടി നാറി വാക്കുറിഞ്ഞ പാലിക്കോ. കണ്ട പെണ്ണുങ്ങളുടെ മാന വിറ്റ് അല്ല ഭരണം നിലനിർത്തേണ്ടത്. തെണ്ടികള്. അവനോട് കാശ് മേശപ്പുറത്ത് വെക്കാൻ പറ. 3 കോടി എന്ന് പറഞ്ഞാൽ 3 കോടി വെക്കാൻ പറ. അല്ലാണ്ട് 1 കോടി 22 ലക്ഷം രൂപ അവന്റെ അമ്മേനെ കെട്ടിക്കാൻ വെക്കേണ്ടത്. ബാക്കി 1 കോടി 78 ലക്ഷം രൂപ തരാൻ പറയണോ. താനേക്കാണ് അവന്റെ മൂട് നയിക്കി നടന്നത്. അവൻ അങ്കമാരി കൂടെ നടക്കണമെന്ന് കാണാം. MP ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ട് എന്റെ കാശ് തന്നിരിക്കും PJ ജോയ്. നിങ്ങൾ ഈ കാണുന്ന കഴിയുന്നായിരിക്കും നോബി കളിക്കാൻ പോണത്. നാട്ടുകാരൊക്കെ ഞാനോട് വിളിച്ചു കൂട്ടും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്കമാരി ഇറങ്ങി എനിക്ക് നിങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, എനിക്ക് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് ബിസിനസ്സുകാരായിട്ട് ബന്ധങ്ങളുണ്ട്. മനസ്സിലായ? നിങ്ങളുടെ അമ്മയെ കിട്ടിക്കാനൊന്നല്ല ഞാൻ പറഞ്ഞു നിർത്തരുത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മോളൊന്നല്ലേ ഞാൻ അയാളുടെ ഭരണം നിലനിർത്താൻ. പറഞ്ഞ് പൈസ വയ്ക്കടോ, എന്നിട്ട് വർത്താനം പറ. 1 കോടി 78 ലക്ഷം രൂപ 3 കോടിയിൽ 1 കോടി 22. വീണ്ടും കേട്ടോ, 3 കോടി രൂപ നോബി അഗസ്റ്റിന്റെ ജോസ് സെറ്റലിന്റെ പേരിൽ കേസ് കൊടുത്ത തരാന്ന് പറഞ്ഞിട്ട് 1 കോടി 22 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ബാക്കി 1 കോടി 78 ലക്ഷം രൂപ അവൻ തന്നിരിങ്ങി. അവൻ MP ഇന്നോവ കാറിൽ അവൻ അങ്കമാലി കൂടെ നടക്കൂല. അവൻ നടക്കണ എനിക്കൊന്ന് കാണണം. മനസ്സിലായ? അതാ നാറിയോട് പറഞ്ഞേക്ക്. തെണ്ടികള് പറ്റിക്കാൻ നടക്കണ. എന്റെ കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ബെന്നി ബെഹനാൻ നീ 6-ാം തീയതി തൊട്ട് നീ അങ്കമാലി കൂടെ നടക്കൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ. ആ സ്ത്രീയുടെ രോഷവും പ്രതിഷേധവുമെല്ലാം ആ വാക്കുകളിലുണ്ട്. വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടി മരണപ്പെട്ടു. പക്ഷെ ഇതിനെല്ലാം കൂട്ടുനിന്ന കോൺഗ്രസിന്റെ നേതാക്കൾ, അതായത് ബെന്നി ബെഹനാൻ അടക്കം കുഞ്ഞാലിക്കുട്ടി അടക്കം ജീവിച്ചിരിപ്പുണ്ട്. ആ സ്ത്രീ പരാതി പറഞ്ഞ തിരുവഞ്ചൂരും രമേശ് ചെന്നിത്തലയും അൻവർ സാദത്തും PJ ജോയിയും എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇതെല്ലാം അറിയാവുന്ന ഉമ്മൻചാണ്ടിയുടെ ഭാര്യ, മകൻ, 2 പെൺമക്കൾ
അവർ ജീവിച്ചിരിപ്പുണ്ട്. അതുമല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കളായ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെ നിരവധി സ്ത്രീകളും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളെങ്കിലും ഇതിന് പ്രതികരിക്കണം. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനോട് പറയാനുള്ളത്, വിശുദ്ധനാക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കുടുംബമാണ് നിങ്ങളുടേത്. ഇവരാരും പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങളെങ്കിലും പ്രതികരിക്കണം. ഒരു നേതാക്കളും ഇത് തെറ്റാണെന്ന് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു നേതാക്കളും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നും പ്രതികരിച്ചിട്ടില്ല. അതായത് 2001 തെരുവും പറമ്പിൽ നബീസായുടെ മാനം വിറ്റിട്ടാണ് അന്ന് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. 2013 ഈ നോബി എന്ന് പറയുന്ന സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണകൂടം നിലനിന്നത്. എന്നും എക്കാലത്തും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിട്ട് തന്നെയാണ് കോൺഗ്രസ് ഇവിടെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത്. നിരവധി ഉദാഹരണങ്ങൾ വേറെ നമുക്കുണ്ട്. നമുക്കറിയാം, മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് സ്വന്തം മകനെ കൊണ്ട് അടിച്ചു തകർത്തിട്ട് അത് ഡിവൈഎഫ്ഐക്കാരുടെ പേരിലാക്കാൻ നോക്കിയ സംഭവം. തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ത്രീയുടെ മുടി അവർ തന്നെ മുറിച്ചിട്ട് അതും CPMകാരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത്. അങ്ങനെ നിരവധി സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ ചരിത്രങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ബാക്കിയാണ്. നമുക്ക് കാത്തിരിക്കാം ഇത് എവിടേക്ക് എത്തിച്ചേരുമെന്ന്.